സീസണിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നവരാണ് ക്വിന്റൺ ഡി കോക്ക്. രോഹിത് ശർമ്മക്ക് പരിക്കേറ്റത് കൊണ്ട് മാത്രം 11-ലെത്തിയ ഈ ഡി കോക്ക് ആണ് ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ പടുത്തുയർത്തിയത്. തുടക്കത്തിലെ വീണ 2 വിക്കറ്റുകൾ, 2 റൺസുമായി റയാൻ റിക്കൽട്ടണും 0 റൺസുമായി സൂര്യകുമാർ യാദവും മടങ്ങിയപ്പോൾ നമാൻധീറിനൊപ്പം സെൻസിബിൾ ഇന്നിംഗ്സ് കളിച്ച ഡി കോക്ക് പുറത്താകാതെ ആ ഇന്നിംഗ്സ് ഒടുക്കം വരെ ക്രീസിൽ നിന്നു. 60 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 112 റൺസാണ് ഡി കോക്ക് നേടിയത്. നമാൻധീർ 31 പന്തിൽ 3 വീതം സിക്സറും ഫോറുകളും അടക്കം 50 റൺസ് നേടിയാണ് പുറത്തായത്. ഹർദിക് പാണ്ഡ്യ 14 റൺസ് നേടി. മറ്റാർക്കും 2 അക്കം കടക്കാനായില്ല. എല്ലാം കൂടി കൂട്ടി മുംബൈ ആകെ നേടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ്. 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ അർഷദീപ് സിംഗിന്റെ പ്രകടനം മികച്ചതായിരുന്നു. വൈറ്റ് ബോളുകൾക്ക് പഞ്ഞമില്ലാത്ത കഴിഞ്ഞ മത്സരങ്ങളിൽ അർഷദീപ് എറിഞ്ഞ എക്സ്പെൻസീവ് സ്പെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത്. സൂര്യകുമാർ യാദവിന്റെ T20യിലെ സമീപകാല നിറം മങ്ങലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ ഇന്നിംഗ്സ്. ഹർദിക്കിനെ പുറത്താക്കാൻ ശ്രേയസ് അയ്യർ എടുത്ത അസാമാന്യ ശ്രമമാണ് ഈ കളിയിലെ മറ്റൊരു ഹൈലൈറ്റ്. ഒരുപക്ഷെ സ്റ്റാറ്റ്സിൽ ആ ക്യാച്ച് അയാളുടെ പേരിലായിരിക്കില്ലെങ്കിലും ആ കമ്മിറ്റ്മെന്റ് അംഗീകരിക്കാതെ വയ്യ. ലേലത്തിൽ വമ്പൻ കോടികൾ കിട്ടിയ താരങ്ങളെല്ലാം ഉഗ്രൻ ഊക്ക് വാങ്ങുമ്പോൾ 25 കോടിക്ക് മേലെ വാങ്ങിയിട്ടും ശ്രേയസ് അയ്യരെ ആരും കളിയാക്കാൻ മുതിരാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലും താരം എന്ന നിലയിലും ടീമിനായി അയാൾ എല്ലാം നൽകും. ലോങ് ഓണിൽ നിന്ന് ഓടി വന്ന് വായുവിൽ ഉയർന്നു ചാടിയ അയ്യർ പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. ബൗണ്ടറി ലൈൻ കടക്കുമെന്ന് ഉറപ്പായതോടെ സെക്കൻഡുകൾക്കുള്ളിൽ പന്ത് ഉള്ളിലേക്ക് എറിയുന്നു. ലോങ് ഓഫിൽ നിന്ന് ഓടി വന്ന ബാട്ട്ലെറ്റ് ആ പന്ത് സുരക്ഷിതമായി കൈക്കലാക്കുന്നു. ഡഗൌട്ടിലിരുന്ന രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും പോലും ഈ മാന്ത്രിക ക്യാച്ച് കണ്ട് അമ്പരന്നുപോയി. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകളിൽ ഒന്നായി ഇത് മാറുന്നു. ആഴ്ചകൾക്ക് മുൻപ് ഒരു ക്യാച്ച് ശ്രമത്തിനിടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ആന്തരിക പരിക്ക് പറ്റി നീണ്ടകാലം വിശ്രമത്തിലായിട്ടും കൂസലുമില്ലാതെയുള്ള പ്രകടനം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് അയ്യരെ വിട്ടുകളഞ്ഞത്. അവിടെ മുതലാണ് അവരുടെ കഷ്ടകാലം തുടങ്ങുന്നതും. കൊൽക്കത്ത ഈ സീസണിൽ വിജയമില്ലാതെ തുടരുന്നതും പഞ്ചാബ് അപരാജിതരായി മുന്നേറുന്നതും അതുകൊണ്ടാണ്. മറുപടി ബാറ്റിംഗിലും അയ്യരുടെ ദി ഗ്രേറ്റ് പെർഫോമൻസ് നമ്മൾ കണ്ടു. പുറത്താകാതെ 80 റൺസ് നേടിയ പ്രഭ്സിമ്രാന്റെ പ്രകടനവും 66 റൺസ് നേടിയ ശ്രേയസ് അയ്യരുടെ വെടിക്കെട്ട് പ്രകടനവുമാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത്. 39 പന്തിൽ 2 സിക്സറും 11 ഫോറുകളും അടക്കമാണ് സിമ്രാൻ 80 റൺസ് നേടിയത്. വെറും 35 പന്തിൽ 4 സിക്സറും 5 ഫോറുകളും അടക്കമായിരുന്നു ശ്രേയസിന്റെ ഇന്നിംഗ്സ്. പ്രിയാൻ ഷാരിയ 15 റൺസും കൂപ്പർ കനോലി 17 റൺസും നേടി. സ്റ്റോയിനിസ് 10 റൺസ് നേടി. തുടർച്ചയായ 5ാം മത്സരത്തിലും വിക്കറ്റ് നേടാനാവാത്ത ജസ്പ്രീത് ബുംറയെയും നമ്മൾ ഇന്ന് കണ്ടു. ശ്രേയസ് അടക്കം തലങ്ങും വിലങ്ങും ബുംറയെ മർദ്ദിച്ചപ്പോൾ ഇക്കണോമി 10 മുകളിലെത്തി. പരിക്കേറ്റ് ഇന്ന് വിശ്രമത്തിലായിരുന്ന മിച്ചൽ സാന്റ്നർ, ട്രെന്റ് ബോൾട്ട്, രോഹിത് ശർമ്മ എന്നിവർ തിരിച്ചു വന്നാലും മുംബൈയുടെ കാര്യം അത്ര എളുപ്പമാവില്ല. ആദ്യ മത്സരം ജയിച്ച് പിന്നീട് തുടർച്ചയായി 4 മത്സരവും തോറ്റ മുംബൈ 9ാം സ്ഥാനത്ത് തുടരുകയാണ്. 6 വർഷങ്ങളായി കപ്പില്ലാതെ കളിക്കുന്ന 5 തവണ ചാമ്പ്യന്മാർക്കും അവരുടെ ക്യാപ്റ്റൻ ഹർദിക്കിനും ഇനിയുള്ള മത്സരം നിർണായകമായിരിക്കും. അപ്പുറം 5 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 1 സമനിലയുമായി 9 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 1ാമത് നിൽക്കുന്ന പഞ്ചാബിന് ടെൻഷൻ ഒന്നുമില്ലതാനും.